السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുകയാണ്. നീലഗിരി ജില്ല ധാരാളം തൊഴിലാളികൾ ചായത്തോട്ടത്തിലും മറ്റുമൊക്കെ ജീവിക്കുന്ന പാവങ്ങൾ, സമ്പന്നരെല്ലാം നസ്രാണികളും മറ്റുമൊക്കെ, നേരെ മറിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന, തോട്ടത്തിൽ ജോലി ചെയ്യുന്ന 80% പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ സാധുക്കളാണ്. ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രം കഴിഞ്ഞ വർഷത്തിൽ 30ഓളം വരുന്ന പാവങ്ങൾ മതം മാറാൻ സാധ്യത വന്നു. കാതൽ ഫക്കുറ യക്കൂന കുഫ്ര, ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് ഇവരെ അടുപ്പിക്കുമെന്ന് പണ്ഡിത സമൂഹം പഠിപ്പിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിക്കുമ്പോഴേ അതിന്റെ വേദനകളും പ്രയാസങ്ങളൊക്കെ അറിയുകയുള്ളൂ. അതുകൊണ്ട് പരിഹാര മാർഗം എന്തെന്ന് ചിന്തിച്ച് ആ ജില്ലയിലുള്ള ഉസ്താദുമാരും ഉമറാക്കളും എല്ലാവരും കൂടി ഒരു 10 പാവങ്ങളെ ജീവിതത്തിൽ 5 പവൻ കൊടുത്ത് വിവാഹം ചെയ്തുവിടാനും മറ്റും കഴിയാത്ത സാധു കുടുംബങ്ങൾ, 1 സെന്റ് ഭൂമിയില്ലാതെ കോട്ടേഴ്സുകൾ താമസിക്കുന്ന ധാരാളം പാവങ്ങൾ, 10 സാധുക്കളെ, 25, 30, 35 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ, വെറും 5 പവൻ ഇല്ലാത്തതിന്റെ പേരിൽ ദാമ്പത്യ ജീവിതം എന്താണെന്നറിയാതെ കഷ്ടപ്പെടുന്ന സാധുക്കൾ, അവർക്ക് നമ്മെപ്പോലെ രക്തവും മജ്ജയും മാംസവും എല്ലാം ഉള്ളവരാണ്. ആ സമയത്ത് അവിടുത്തെ ഉമറാക്കൾ എല്ലാവരും കൂടിയിട്ട് 10 പാവങ്ങളെ കെട്ടിച്ചുവിടണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ കൊല്ലം സഹോദരങ്ങളെ ഒരുങ്ങിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് 10 എന്നുള്ളത് 20, 30, 40, 50 വരെ ആയപ്പോ 5 പവനും 25,000 രൂപയും കൊടുത്തിട്ട് ആ സാധുക്കളെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒരുങ്ങിയതാണ്. 75 ലക്ഷം രൂപ വരും. പക്ഷേ അള്ളാഹുവിനെ തവക്കുലാക്കി ഇറങ്ങിത്തിരിച്ചു. ധാരാളം മോമിനിങ്ങൾ കഴിയുന്നവരുടെ സഹായം കൊണ്ട് അൽഹംദുലില്ലാ 50 തികഞ്ഞ്, ആ 50-ൽ അവിടുന്ന് 50 തികഞ്ഞ് അതിന്റെ ശേഷം ഇനി ഒരിക്കലും പറ്റില്ലെന്ന് തീരുമാനമെടുത്തു. പക്ഷേ ഒരു പാവപ്പെട്ട ഉമ്മ, മോനെ, ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് വയസ്സായൊരു ഉമ്മ, മോനെ, 5 പെൺകുട്ടികളാണ്. ചെറിയ പെൺകുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ കുട്ടിയെ കെട്ടിച്ചു വിട്ടിട്ടില്ല. ബാപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിലക്ക് കൈനീട്ടി വരികയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോ, ഉമ്മ, നിങ്ങൾ കരയണ്ട, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, റബ്ബാണ് വലുത്, ഇൻഷാ അള്ളാഹു വഴി തുറന്നു തരും, നിങ്ങൾ നല്ല ദ്വാരന്നാൽ മതി. അങ്ങനെ ഏറ്റെടുത്തു. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് സഹോദരങ്ങളെ 57 പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞ വർഷം സാധിച്ചു. അള്ളാഹു താല സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. അല്പം കുടുംബങ്ങൾ, പാവങ്ങൾ കണ്ണീരെടുക്കുന്ന കാഴ്ച കണ്ടിട്ട് കുറഞ്ഞ കുടുംബങ്ങളോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ കരയരുത്, ഇൻഷാ അല്ലാഹ് ഒരു 5-6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു തരുമെന്ന് പറഞ്ഞു. മാന്യ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ, ആ കുടുംബങ്ങൾക്ക് വാക്കുകൊടുത്തത് ഇന്ന് പുതിയാപ്ല ഒത്ത 80 കുടുംബം. 80 എന്ന് പറഞ്ഞ ആ 80 കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നിനെ തള്ളാൻ നമുക്ക് കഴിയുകയില്ല. അത്രയും പാവങ്ങളാണ്, പുതിയാപ്ല ഒത്തവരാണ്. അഭിമന്യരായ ശൈഖുനയുടെ അരികിൽ അറിയിച്ചപ്പോ ശൈഖുന പറഞ്ഞു, കോടികളുണ്ടെങ്കിലും പുതിയാപ്ല ഒത്തില്ലെങ്കിലൊന്നും നടക്കില്ലല്ലോ, അള്ളാഹുവാണ് വലിയവൻ, ഇൻഷാ അല്ലാഹ് റബ്ബ് വഴി തുറന്നു തരും, അങ്ങ് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞു. അടുത്ത ഏപ്രിൽ 27-ാം തീയതി ആ 80 കുടുംബങ്ങൾക്കൊരു സമൂഹവേദി ഒരുങ്ങുകയാണ്. 5 പവൻ ഉണ്ടാക്കി കൊടുത്താൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, 25, 50, 100, 200 പവനൊക്കെ ഉള്ള നാം 5 പവൻ നമ്മെപ്പോലെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെൺകുട്ടിക്ക് 5 പവനുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി രക്ഷപ്പെടുകയാണ്. സാധുക്കളായ ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് റസൂലുള്ള പറഞ്ഞ ആ ഒരു ഹദീസ് മുൻനിർത്തി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് കഴിയുന്ന ഇതൊരവസരമാണ്. ഒരു കുട്ടിയെ ഇൻഷാ അല്ലാഹ് 5 പവൻ കൊടുത്ത ഒരു കുട്ടി രക്ഷപ്പെടുകയാണ്. അല്ലാഹു തആല കഴിവ് തന്ന സഹോദരങ്ങളെ, ശബ്ദം കേൾക്കുന്നവരിലുണ്ടോ? ഒരു കുട്ടി
കുട്ടിയെ നിങ്ങൾക്ക് ആഖിറത്തിന് വേണ്ടി സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കണമെന്ന ലക്ഷ്യം നിയ്യത്ത് വെച്ച് ഇസ്രാഫീലിന്റെ ഊത്ത് വരെ ഖബറിൽ സന്തോഷകരമായി കിടക്കണമെന്ന നിയ്യത്ത് വെച്ച് ഒരു കുഞ്ഞിനെ വിവാഹം ചെയ്തുവിടാൻ കഴിയുന്നവര് വിവാഹം ചെയ്തു വിടണമെന്നും കഴിയാത്തവര് ഇൻഷാ അല്ലാഹ് ഓരോ പവനെങ്കിലും തന്ന് സഹായിക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കായി നൽകാനുള്ളത് ഈ പാവങ്ങളുടെ കണ്ണിറഞ്ഞ പ്രാർത്ഥന ദുആ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമെന്ന് തീർച്ച അറിയിച്ചുകൊണ്ട് പാടന്തര മർക്കസിലെ 400ഓളം പാവപ്പെട്ട കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണേ, സഹകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും